ഹലോ എവരിവൺ, എന്തൊക്കെയാണ് വിശേഷം? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഗാർഡനിങ്ങിൻ്റെ ആക്ഷൻ വേർബ്സ് ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുറേയായി ചോദിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് അതിനെപ്പറ്റിയുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് ഹെൽപ്പ് ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ, വിതയ്ക്കുക. ഷി സോഡ് ദ സീഡ്സ് ഇൻ ദ ഗാർഡൻ. അവൾ തോട്ടത്തിൽ വിത്തുകൾ വിതച്ചു. സോ, വിതയ്ക്കുക. ഫെർട്ടിലൈസ്, വളമിടുക. ഹി ഫെർട്ടിലൈസ് ദ ഗാർഡൻ വിത്ത് ഓർഗാനിക് കമ്പോസ്റ്റ്. അയാൾ ജൈവ കമ്പോസ്റ്റ് ഉപയോഗിച്ച് തോട്ടം വളമിടുന്നു. കമ്പോസ്റ്റ് നമുക്കറിയാം, ജൈവവളം, വളക്കൂട്ടെന്നൊക്കെ പറയും. ഐ കമ്പോസ്റ്റ് കിച്ചൺ സ്ക്രാപ്സ് ഫോർ മൈ ഗാർഡൻ. ഞാൻ അടുക്കളയിലെ അവശിഷ്ടങ്ങൾ എൻ്റെ പൂന്തോട്ടത്തിൽ കമ്പോസ്റ്റ് ചെയ്യുന്നു. പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ചെടി നടുക, നട്ടുപിടിപ്പിക്കുക എന്ന് പറയും. ഐ വിൽ പ്ലാന്റ് റോസസ് ഇൻ ദ ഫ്രണ്ട് യാർഡ്. ഞാൻ മുൻവശത്തെ മുറ്റത്ത് റോസാപ്പൂക്കൾ നടും. വാട്ടർ എന്ന് പറഞ്ഞാൽ വെള്ളം, നമ്മൾ വാട്ടർ ഇറ്റ്, നനയ്ക്കുക എന്ന് പറയും. ഡോണ്ട് ഫോർഗെറ്റ് ടു വാട്ടർ ദ പ്ലാന്റ്സ് ഇൻ ദ മോർണിംഗ്. രാവിലെ ചെടികൾക്ക് വെള്ളമൊഴിക്കാൻ മറക്കരുത്. ഡോണ്ട് ഫോർഗെറ്റ് ടു വാട്ടറിങ് ദ പ്ലാന്റ്സ് ഇൻ ദ മോർണിംഗ്. സ്പ്രിങ്കിൾ, തളിക്കുക അല്ലെങ്കിൽ വിതറുക എന്ന് പറയും. സ്പ്രിങ്കിൾ വാട്ടർ ഓവർ ദ സീഡിങ്. വിത്തിന് മുകളിൽ വെള്ളം തളിക്കുക. ഇവിടെ ഇംഗ്ലീഷിലുള്ള പ്രത്യേകത വെച്ചാൽ സന്ദർഭം അനുസരിച്ച് വാക്കുകളുടെ അർത്ഥം മാറും. അത് മനസ്സിലാക്കണം. ഒരു വാക്കിന് ഒരേ അർത്ഥമല്ല ഇംഗ്ലീഷിൽ വരുന്നത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. ഓക്കെ. മൾച്ച്, പുതയിടുക. മൾച്ച് ദ ഗാർഡൻ ടു കീപ് വീഡ്സ് എവേ. കളകളെ അകറ്റി നിർത്താൻ തോട്ടത്തിൽ പുതയിടുക. അതായത് നമ്മളിപ്പോൾ ചെടീൻ്റെ വേരിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ ഇലകളൊക്കെ കൂട്ടിയിടൂലേ, അതാണ് പുതയിടുക എന്ന് പറയുക. ട്രിം ചെയ്യുക, അതായത് ഷേപ്പ് ചെയ്യുക. ഈ ബോയ്സൊക്കെ താടി ഷേപ്പ് ചെയ്ത് കണ്ടിട്ടില്ലേ, അതാണ് സംഭവം. ട്രിം ദ ഗ്രാസ് അലോങ് ദ എഡ്ജസ് ഓഫ് ദ പാത്ത്. പാതയുടെ അരികുകളിൽ പുല്ല് വെട്ടിമാറ്റുക. റോഡ് സൈഡിലുള്ള പുല്ലൊക്കെ വെട്ടിമാറ്റുക എന്നല്ലേ. മെയിനായിട്ട് നമ്മൾ അലങ്കാര ചെടികൾ ഷേപ്പാക്കി വെക്കും, അതാണ് ട്രിം ചെയ്യുക എന്നത് ഉദ്ദേശിക്കുന്നത്. ട്രാൻസ്പ്ലാന്റ്, പറിച്ചു നടുക. വി ട്രാൻസ്പ്ലാന്റഡ് ദ സാപ്ലിങ്സ് ടു ലാർജർ പോട്ട്സ്. ഞങ്ങൾ തൈകൾ വലിയ ചട്ടികളിലേക്ക് പറിച്ചു നടുക എന്നാണ് ട്രാൻസ്പ്ലാന്റ്. ഡിഗ്, കുഴിക്കുക. വി നീഡ് ടു ഡിഗ് എ ഹോൾ ഫോർ ദ ട്രീ. നമ്മൾ മരത്തിന് ഒരു കുഴി കുഴിക്കണം. ഡിഗ്, കുഴിക്കുക. വീഡ്, കള. വീഡ് എന്ന് പറഞ്ഞാൽ കള. ഐ സ്പെൻഡ് ആൻ ഹവർ വീഡിങ് ദ ഫ്ലവർ ബെഡ്. പൂക്കളത്തിൽ കള പറിക്കാൻ ഞാൻ 1 മണിക്കൂർ ചെലവഴിച്ചു. വീഡ് എന്ന് പറഞ്ഞാൽ ടു റിമൂവ് അൺവാണ്ടഡ് പ്ലാന്റ്സ്, കള പറിക്കുക. പ്രൂനെ, വെട്ടിമാറ്റുക. പ്രൂനെ ദ റോസസ് ടു ഹെൽപ്പ് ദം ബ്ലൂം. അതായത് നമ്മുടെ റോസിൻ്റെയൊക്കെ ഇപ്പോൾ ചെടികളുടെ കൊമ്പുകൾ വെട്ടി മാറ്റുന്നില്ലേ. ടു കട്ട് ബ്രാഞ്ചസ് ടു മേക്ക് പ്ലാന്റ്സ് ഹെൽത്തിയർ. ആ ബ്രാഞ്ച് ഇങ്ങനെ വാടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചീഞ്ഞിട്ടുള്ള ചെടികളുടെ തണ്ടുകൾ നമ്മൾ വെട്ടി മാറ്റും, അതാണ് പ്രൂണിങ്. ഹാർവെസ്റ്റ്, വിളവെടുപ്പ്. വി ഹാർവെസ്റ്റ് ദ ക്യാരറ്റ്സ് യെസ്റ്റർഡേ. ഞങ്ങൾ ഇന്നലെ ക്യാരറ്റ് വിളവെടുത്തു. ഹാർവെസ്റ്റ്, വിളവെടുപ്പ്. ഹോ, തൂമ്പ, കൊത്തുക. അതായത് ഹോ എന്ന് പറഞ്ഞാൽ ഒരുമാതിരി നിലം ഉഴുതുമറിക്കുന്നത് തന്നെ. ഈ തൂമ്പ ഉപയോഗിച്ച് നമ്മളിങ്ങനെ കൊത്തി എടുക്കൂലേ, അതാണ്. ഹോ ദ ഗ്രൗണ്ട് ബിഫോർ പ്ലാന്റിങ് സീഡ്സ്. വിത്ത് നടുന്നതിന് മുമ്പ് നിലം ഉഴുതുമറിക്കുക. സ്റ്റേക്ക്, താങ്ങ് കൊടുക്കുക. ഐ സ്റ്റേക്ക് ദ ടൊമാറ്റോ പ്ലാന്റ്സ് ഫോർ സ്റ്റെബിലിറ്റി. തക്കാളി ചെടികളുടെ സ്ഥിരതയ്ക്കായി ഞാൻ താങ്ങ് ചെയ്തു. അതായത് നമ്മളിപ്പോൾ ചെടികൾ ഇങ്ങനെ ഈ മഴക്കാലത്തൊക്കെ ഇങ്ങനെ വെള്ളം കൊണ്ടിങ്ങനെ വളഞ്ഞു പോകില്ലേ, അല്ലെങ്കിൽ വെയിറ്റ് താങ്ങാകത്തെ അത് വളഞ്ഞു വീഴില്ലേ, ഒടിഞ്ഞു വീഴില്ലേ, അതിന് താങ്ങ് കൊടുക്കുന്നതാണ് സ്റ്റേക്ക്. മോ, വെട്ടുക. ഹി മോസ് ദ ഗ്രാസ് എവറി വീക്കെൻഡ്. മോസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ അലങ്കാര പുല്ലില്ലേ, ചെറിയ പുല്ലുകൾ, അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള വാഹനം കൊണ്ടിങ്ങനെ വെട്ടി മാറ്റുന്നതാണ് മോ എന്ന് പറയുക. ആ ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാവും. നെക്സ്റ്റ്, ഗ്രാഫ്റ്റ് പറഞ്ഞാൽ ഒട്ടിച്ച് ചേർക്കുക എന്നാണ് മലയാളത്തിൽ വരിക. ബട്ട് എന്ന് വെച്ചാൽ ടു ജോയിൻ പാർട്സ് ഓഫ് പ്ലാന്റ്സ് ടുഗെദർ. അതായത് ഒരു ചെടിയുടെ പാർട്സുകൾ തമ്മിൽ ഒട്ടിച്ച് വെക്കുന്നതാണ്. ഫാർമേഴ്സ് ഓഫൻ ഗ്രാഫ്റ്റ് ട്രീസ് ടു പ്രൊഡ്യൂസ് മോർ ഫ്രൂട്ട്. കൂടുതൽ ഫലം ഉൽപ്പാദിപ്പിക്കുന്നതിനായി കർഷകർ പലപ്പോഴും മരങ്ങൾ ഒട്ടിച്ച് ചേർക്കും. ബഡ്ഡിങ് എന്നെല്ലാം പറയുന്നില്ല, ആ ഒരു രീതിയിൽ. അതാണ് ഗ്രാഫ്റ്റ്. പിക്ക്, പറിച്ചെടുക്കുക.
പിക്ക് ദ ടൊമാറ്റോസ് വെൻ ദേ ആർ റിപ്പ്. തക്കാളി പാകമാകുമ്പോൾ പറിച്ചെടുക്കുക. പിക്ക് എന്ന് പറയുന്നത് കൈകൾ കൊണ്ട് പറിച്ചെടുക്കുന്നതാണ്. ബ്ലൂം പൂക്കുന്നു. ദ റോസസ് ആർ സ്റ്റാർട്ടിംഗ് ടു ബ്ലൂം ഇൻ ദ ഗാർഡൻ. പൂന്തോട്ടത്തിൽ റോസാപ്പൂക്കൾ വിരിയാൻ തുടങ്ങിയിരിക്കുന്നു. ബ്ലൂം പൂക്കുക പൂക്കുന്നു. മിക്സ് കൂട്ടിക്കലർത്തുക. മിക്സ് ദ കോമ്പോസ്റ്റ് ഇൻ ടു ദ സോയിൽ. കമ്പോസ്റ്റ് മണ്ണിൽ കലർത്തുക. ഗ്രോ വളരുക. വി ഗ്രോ അവർ വെജിറ്റബിൾസ് ഓർഗാനിക്കലി. ഞങ്ങൾ പച്ചക്കറികൾ ജൈവ രീതിയിൽ വളർത്തുന്നു. പ്ലോ ഉഴുതുമറിക്കുക. ഫാർമേഴ്സ് പ്ലോ ദ ഫീൽഡ്സ് ഇൻ സ്പ്രിംഗ് ബിഫോർ പ്ലാന്റിംഗ്. നടുന്നതിന് മുമ്പ് വസന്തകാലത്ത് കർഷകർ വയലുകൾ ഉഴുതുമറിക്കുന്നു. ഉഴുതുമറിക്കുക പ്ലോ. പൈലപ്പ് കൂന കൂട്ടിയിടുക അല്ലെങ്കിൽ കൂമ്പാരം. ഹീ പൈൽഡ് അപ്പ് ദ ഫോളൻ ലീവ്സ് ഇൻ ദ കോർണർ. അവൻ മൂലയിൽ വീണ ഇലകൾ കൂട്ടിയിട്ടു. ഷോവൽ തള്ളുക. തള്ളുക പറയുമ്പോൾ തള്ളിയിടുക അങ്ങനെയല്ല. ഐ ഷോവഡ് ദ സോയിൽ ടു ലെവൽ ദ ഗ്രൗണ്ട്. നിരപ്പാക്കാൻ ഞാൻ മണ്ണ് തള്ളി. നമ്മൾ ഇങ്ങനെ മണ്ണിനെ തള്ളി 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 നിലം നിരപ്പാക്കുന്നില്ല, അതാണ് ഷോവൽ. ഇൻസ്പെക്ട് പരിശോധിക്കുക. ഇൻസ്പെക്ട് ദ ലീവ്സ് ഫോർ സൈൻസ് ഓഫ് ഡിസീസ്. രോഗലക്ഷണത്തിനായി ഇലകൾ പരിശോധിക്കുക. ഡ്രൈ ഉണക്കുക. ഡ്രൈ ദ ഹെർബ്സ് ഇൻ എ സണ്ണി സ്പോട്ട്. വെയിൽ കിട്ടുന്ന സ്ഥലത്ത് ഔഷധ സസ്യങ്ങൾ ഉണക്കുക. ഡെഡ് ഹെഡ് ദ റോസസ് ടു മേക്ക് ദം ബ്ലൂം എഗെയിൻ. റോസാപ്പൂക്കൾ വീണ്ടും വിരിയാൻ അവയെ ഡെഡ് ഹെഡ് ചെയ്യുക. ഡെഡ് ഹെഡ് എന്ന് വെച്ചാൽ നമ്മൾ ഈ വിരിഞ്ഞിട്ട് കൊഴിയാറായ പൂക്കൾ ഉണ്ടാവില്ലേ, അവയെ മുറിച്ചു മാറ്റുക. അങ്ങനെ മുറിച്ചു മാറ്റുന്നത് റോസാപ്പൂക്കൾ വീണ്ടും നന്നായിട്ട് വളരാനും പൂക്കൾ വിരിയാനും ഹെൽപ്പ് ചെയ്യും. അതാണ് ഡെഡ് ഹെഡ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടെ നമ്മൾ ഈ വീഡിയോ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഹെൽപ്പായെന്ന് വിചാരിക്കുന്നു. മോർ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ആൻഡ് ഷെയർ, കമൻറ്റ്. ഓക്കെ, ബൈ.